1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ലോകം നിശബ്ദമായി. 6 വർഷം നീണ്ടുനിന്ന വെടിയൊച്ചകളും ബോംബ് സ്ഫോടനങ്ങളും പെട്ടെന്ന് നിലച്ചു. പക്ഷെ ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു സംഭവം ഇനി നടക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനോടകം യൂറോപ്പ് ഒരു ശവപ്പറമ്പായി മാറിയിരുന്നു. എവിടെ നോക്കിയാലും തകർന്ന കെട്ടിടങ്ങൾ, കരിഞ്ഞ മണം, വിശന്ന് എല്ലും തോലുമായ മനുഷ്യർ. സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചു എന്ന് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ അന്ന് ജീവിച്ചിരുന്നവർക്ക് അതൊരു അവസാനമായിരുന്നില്ല, അതൊരു നരകത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ചാരത്തിൽ നിന്ന് എങ്ങനെയാണ് ലോക നിയമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായം എഴുതിയത് എന്നാണ്. ന്യൂറൻബർഗ് ട്രയൽ. യുദ്ധം ജയിച്ച അമേരിക്കയും റഷ്യയും ജർമ്മനിയിലേക്ക് കയറി. അവർ അവിടെ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു. നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറന്നപ്പോൾ അവർ അവിടെ കണ്ടത് മനുഷ്യരെയല്ല, ജീവനുള്ള അസ്ഥികൂടങ്ങളെയാണ്. ലക്ഷക്കണക്കിന് ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ചു. ദേഷ്യം കൊണ്ട് ആളുകൾ വിറച്ചു. എല്ലാവർക്കും ഒരേ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: പ്രതികാരം. റഷ്യൻ ലീഡർ സ്റ്റാലിൻ പറഞ്ഞു, പിടികൂടിയ എല്ലാ ജർമ്മൻ ഓഫീസർമാരെയും വെടിവെച്ച് കൊല്ലണം. ബ്രിട്ടനും സ്റ്റാലിൻ്റെ ഈ വാക്കുകളെ അനുകൂലിച്ചു. പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ് ഒരു വ്യത്യസ്തമായ തീരുമാനമെടുത്തു. വേണ്ട, നമ്മൾ അവരെ പോലെ കാടന്മാരാവരുത്, നമ്മൾ അവരെ കോടതി കയറ്റും. ലോകത്തിന് മുന്നിൽ വെച്ച് അവരുടെ കുറ്റങ്ങൾ തെളിയിക്കും. വിചാരണക്കായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം ന്യൂറംബർഗാണ്. അതിനൊരു കാരണമുണ്ട്. ഹിറ്റ്ലർ തൻ്റെ വലിയ റാലികൾ നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. നാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ആ നഗരം 90% ബോംബിങ്ങിൽ തകർന്നിരുന്നു. പക്ഷേ അവിടെ ഒരു കെട്ടിടം മാത്രം കാര്യമായ കേടുപാടുകളില്ലാതെ ബാക്കിയുണ്ടായിരുന്നു: പാലസ് ഓഫ് ജസ്റ്റിസ്. അവിടെ വെച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നലെ വരെ ലോകം വിറപ്പിച്ചവർ ഇന്ന് വെറും തടവുകാർ. ആ 21 പേരെ കോടതിയിലേക്ക് കൊണ്ടുവന്നു. അവരിൽ ഏറ്റവും പ്രമുഖൻ ഹെർമൻ ഗോറിംഗ്, ഹിറ്റ്ലറുടെ പിൻഗാമി, നാസി എയർഫോഴ്സിന്റെ തലവൻ. പിടിക്കപ്പെട്ടപ്പോൾ ഗോറിങ്ങിന്റെ കയ്യിൽ ഒരു പെട്ടി നിറയെ മയക്കുമരുന്നും ആഭരണങ്ങളും ഉണ്ടായിരുന്നു. അയാൾ വിചാരിച്ചിരുന്നത് താനൊരു VIP ആണെന്നാണ്. പക്ഷേ ജയിലിൽ അവനെ കാത്തിരുന്നത് ചെറിയൊരു സെല്ലാണ്. അവൻ്റെ ആഭരണങ്ങൾ അഴിച്ചു വാങ്ങി, ഷൂലൈസ് പോലും അഴിച്ചു മാറ്റി. അയാൾ അത് ഉപയോഗിച്ച് തൂങ്ങി മരിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. ഇതിനിടെ ഗോറിംഗ് അവിടെയുള്ളവരോട് പറഞ്ഞു, ഇതൊക്കെ വെറും നാടകം, അവസാനം അവർ എന്നെ കൊല്ലും. പിന്നെ എന്തിനീ പ്രഹസനം? എന്നാൽ വിചാരണ തുടങ്ങിയപ്പോൾ കളി മാറി. വിചാരണ തുടങ്ങി. പ്രതികൾക്കെതിരെ പ്രധാനമായും 4 കുറ്റങ്ങളാണ് ചുമത്തിയത്. അതിൽ പ്രധാനം ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ആയിരുന്നു. ആദ്യം പ്രതികളെല്ലാം നിഷേധിച്ചു. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഹിറ്റ്ലർ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു എന്നായിരുന്നു അവരുടെ സ്ഥിരം പല്ലവി. പക്ഷേ പ്രോസിക്യൂഷൻ ഒരു തെളിവ് പുറത്തുവിട്ടു: അമേരിക്കൻ പട്ടാളം പിടിച്ചെടുത്ത ഒറിജിനൽ വീഡിയോ ടേപ്പുകൾ. കോടതിയിലെ വലിയ സ്ക്രീനിൽ അത് പ്രദർശിപ്പിച്ചു. ഗ്യാസ് ചേമ്പറുകൾ, ബുൾഡോസറുകൾ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ നീക്കുന്നു, പട്ടിണി കിടന്നു മരിക്കുന്ന കുട്ടികൾ. കോടതിയിലിരുന്നവർക്ക് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. പലരും മുഖം തിരിച്ചു. അതുവരെ അഹങ്കാരത്തോടെ ഇരുന്ന പ്രതികളുടെ മുഖം മാറി. ഹാൻസ് ഫ്രാങ്ക് എന്ന പ്രതി കരഞ്ഞു. റിബൻട്രോപ്പ് തല കുനിച്ചിരുന്നു. ഗ്ലോറിങ് മാത്രം നിർവികാരനായി നോക്കിയിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ലോകത്തിന് മനസ്സിലായി, ഇത് വെറുമൊരു യുദ്ധമല്ലായിരുന്നു, ഇതൊരു കൂട്ടക്കൊലയായിരുന്നു. ഗ്ലോറിങ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ കോടതിയെ വെല്ലുവിളിച്ചു: ചരിത്രം എഴുതുന്നത് ജയിച്ചവരാണ്. ഞങ്ങൾ തോറ്റു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കുറ്റക്കാരാക്കുന്നു. ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ നിങ്ങളായിരിക്കും ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുക. അതൊരു ശക്തമായ വാദമായിരുന്നു. പക്ഷേ പ്രോസിക്യൂട്ടർ റോബർട്ട് ജാക്സൺ അവരെ വേണ്ട മറുപടി കൊടുത്തു: ഒരു നിരപരാധിയെ പോലും കൊല്ലാത്ത യുദ്ധങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ കൊന്നത് പട്ടാളക്കാരെ അല്ല. നിങ്ങൾ ഇല്ലാതാക്കിയത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. അതിന് യുദ്ധവുമായി ഒരു ബന്ധവുമില്ല. അതോടെ ഗ്ലോറിങ്ങിന്റെ വായ അടഞ്ഞു. വിചാരണ 216 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ വിധി വന്നു. 12 പേർക്ക് വധശിക്ഷ, 3 പേർക്ക് ജീവപര്യന്തം, 3 പേരെ വെറുതെ വിട്ടു. മരിക്കാൻ പോകുന്നവർക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ചിലർ മാപ്പ് പറഞ്ഞു, ചിലർ ജർമ്മനി ഫോർ എവർ എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നത് തൂക്കിലേറ്റുന്നതിൻ്റെ തലേന്ന് രാത്രിയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നു. പക്ഷേ ഗ്ലോറിങ്ങിൻ്റെ സെല്ലിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഗാർഡുകൾ ഓടിച്ചെന്നപ്പോൾ കണ്ടത് ഗ്ലോറിങ് മരിച്ചു കിടക്കുന്നതാണ്. അയാൾ ഒരു സൈനൈഡ് ക്യാപ്സ്യൂൾ കടിച്ച് പൊട്ടിച്ച് ആത്മഹത്യ ചെയ്തു. അതിശക്തമായ കാവലുണ്ടായിട്ടും ആ വിഷം എങ്ങനെ അയാളുടെ കയ്യിൽ കിട്ടി? അമേരിക്കൻ പട്ടാളം വഴി കിട്ടിയതാണോ അതോ ഭാര്യ കൊടുത്തതോ?
ഇന്നും അതൊരു ദുരൂഹതയാണ്. തൂക്കുമരത്തിൽ കിടന്നു മരിക്കാൻ ഗ്ലോറിങ്ങിൻ്റെ അഹങ്കാരം സമ്മതിച്ചില്ല. ബാക്കിയുള്ളവരെ ജിംനേഷ്യത്തിൽ തയ്യാറാക്കിയ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി. ജോൺ സി വുഡ്സ് എന്ന ആരാച്ചാരായിരുന്നു വിധി നടപ്പിലാക്കിയത്. ഓരോരുത്തരായി പടികൾ കയറി, കറുത്ത തുണി തലയിലിട്ടു, ലിവർ വലിച്ചു, ശബ്ദം നിലച്ചു. അവരുടെ മൃതദേഹങ്ങൾ മ്യൂണിക്കിലെ ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു. ചാരം നദിയിലൊഴുക്കി കളഞ്ഞു. വരുന്ന കാലത്ത് ഒരു ശവകുടീരം പോലും അവർക്കുണ്ടാകരുത് എന്ന് ലോകം ആഗ്രഹിച്ചു. അങ്ങനെ ലോകം വിറപ്പിച്ച നാസി സാമ്രാജ്യം വെറും ചാരമായി മാറി. അങ്ങനെ ന്യൂറംബർഗ് ട്രയൽസ് അവസാനിച്ചു. കണക്കെടുപ്പുകൾ അവിടെ തീർന്നു എന്ന് ലോകം വിശ്വസിച്ചു. പക്ഷെ അവിടെ വേറൊരു പ്രശ്നവും കൂടി പുകയുന്നുണ്ടായിരുന്നു. യുദ്ധത്തിൽ ജർമ്മനി തോറ്റു. പക്ഷെ ജപ്പാനിൽ വീണ ആ 2 ബോംബുകൾ അത് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റി. ആറ്റം ബോംബുണ്ടാക്കിയ ഓപ്പൺഹൈമർ ശരിക്കും എന്താണ് വിചാരിച്ചത്? അയാളുടെ കഥയിൽ സിനിമയിൽ കാണിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഓപ്പൺഹൈമറിൻ്റെ യഥാർത്ഥ ജീവിതം അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ ക്ലിക്ക് ചെയ്യൂ. ഓപ്പൺഹൈമർ മൂവി വേഴ്സസ് റിയാലിറ്റി അവിടെ കാണാം.